ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. കാടിൻ്റെ മന്ത്രവാദിനി എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. ഏതാണ് ഈ വെള്ളച്ചാട്ടം എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ പേര് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇതാണ് ഈരാറ്റുപേട്ട സ്ഥിതി ചെയ്യുന്ന മാർമല വാട്ടർഫോൾസ്. കാടിൻ്റെ നടുവിൽ മനോഹരമായ കാഴ്ചകളൊക്കെ ഒരുക്കി, എന്നാൽ അതിലേറെ അപകടങ്ങളും ഒളിപ്പിച്ചു വെച്ച സുന്ദരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഒന്ന് കണ്ടാലോ. വാഗമണിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് പോകുന്ന വഴിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വെള്ളച്ചാട്ടമാണിത്. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ തീക്കോയി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ ഇടത്തോട്ടൊരു വഴി കാണാൻ പറ്റും. ഈ വഴിയോടെയാണ് നമുക്ക് മാർമല വാട്ടർഫോൾസിലേക്ക് പോകേണ്ടത്. ഏകദേശം 60 മീറ്ററോളം ഉയരത്തിൽ നിന്ന് വീഴുന്ന ഈ ഒരു വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. തീക്കോയി കഴിഞ്ഞ് ഇതുപോലെയുള്ള റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞ റൂട്ടിലൂടെ ഏകദേശം ഒരു 8 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ സാധാരണ നാട്ടിൻപുറങ്ങൾ പോലെയുള്ള പ്രദേശങ്ങളാണെങ്കിലും വെള്ളച്ചാട്ടം തുടങ്ങുന്നത് മുതൽ ഇനി അങ്ങോട്ട് നല്ല കാടാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്ത് വരെ നമുക്ക് വണ്ടിയിൽ എത്താൻ പറ്റും. ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വണ്ടി റോഡിൻ്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നുകൊണ്ട് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ കാണുന്ന നടപ്പുവഴിയെ നടക്കുകയാണ്. പോകുന്ന വഴി നമുക്ക് വാഗമൺ മലനിരകളുടെ നല്ലൊരു വിദൂര കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. കുറച്ചു ദൂരം ഇതുപോലത്തെ നല്ല വഴിയെ നടന്നു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇടുങ്ങിയ വഴിയാണ്. നേരത്തെ ഈ കാണുന്ന ബാരിക്കേഡുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. കഷ്ടിച്ച് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന വഴിയോടെയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. ഇവിടെ മുതൽ അങ്ങോട്ട് അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. അങ്ങനെ ഇടുങ്ങിയ വഴിയെ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെ നടന്ന് നമ്മൾ അവസാനം വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു മഴ നനയുന്ന ഫീലാണ്. ഇത്രയും ഹൈറ്റിൽ നിന്ന് വീഴുന്നത് കൊണ്ട് ഈ വെള്ളം കാറ്റത്ത് ചിതറിത്തെറിച്ച് ഒരു മഴയായിട്ട് നമ്മുടെ ദേഹത്തേക്ക് വീഴുന്നു. ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന ഒരു പോയിന്റ് വരെ നമുക്ക് പ്രവേശനമുള്ളൂ. അതിനപ്പുറത്തേക്ക് ബാരിക്കേഡ് ചെയ്ത് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. 2023 ബാംഗ്ലൂരിൽ നിന്ന് വന്ന 2 സ്വദേശികൾ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിൽ ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇവിടെ സെക്യൂരിറ്റിയൊക്കെ കൂട്ടിയതും വെള്ളത്തിൽ ആൾക്കാരെ ഇറങ്ങാൻ അനുവദിക്കാത്തതും. അതിനു മുമ്പും ധാരാളം ആൾക്കാർ ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. കാണാൻ അതീവ സുന്ദരിയാണെങ്കിലും ഈ വെള്ളച്ചാട്ടം ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞതാണ്. ഒരുപാട് ഹൈറ്റിൽ നിന്നും വെള്ളം വീണിട്ട് ഇവിടെ നാച്ചുറലായിട്ട് ഒരു പൂള് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കതിൽ ചാടി കുളിക്കാനൊക്കെ തോന്നിയേക്കാം. എന്നാൽ ഇതിനകത്ത് ഒരുപാട് അള്ളുകളും കുഴികളുമൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങി കുളിക്കുന്നത് വളരെയധികം അപകടമാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഭാഗം ഡേഞ്ചർ ആണെങ്കിലും നമുക്ക് സേഫായിട്ട് കുളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ താഴോട്ട് ഉണ്ട്. നമ്മളിനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് തിരിച്ചിറങ്ങുകയാണ്. സ്ഥിരമായിട്ട് വെള്ളം വീണ് ഇവിടുത്തെ പാറകളൊക്കെ നല്ല വഴുക്കലാണ്. അതുകൊണ്ട് തിരിച്ച് ഇറങ്ങുമ്പോഴൊക്കെ തെന്നി വീഴാതിരിക്കാനായിട്ട് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ടുള്ള വഴികളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. ഞങ്ങൾ വന്ന സമയത്ത് താഴെ കാണുന്ന ആ ഒരു ഒറ്റയടി പാതയിൽ കോൺക്രീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ കയറി പോകുന്നത്. ഇനി ഒരു പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ വഴിയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള ചില ഭാഗങ്ങളിലൊക്കെ വളരെയധികം സേഫായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അത്യാവശ്യം ശക്തമായിട്ടുള്ള ഒഴുക്ക് ഇവിടെയുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കാടിൻ്റെ ആംബിയൻസിൽ ഈ ശബ്ദമൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ആഴം കുറവായതുകൊണ്ട് ഇവിടെ ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റുന്നതാണ്.
വെള്ളച്ചാട്ടം താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പ്ലിറ്റായിട്ട് പല സ്ഥലങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. അതിൽ ഒരു ഭാഗത്താണ് ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത്. കാട്ടുമരങ്ങളുടെയും പാറക്കൂട്ടങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ വെള്ളം പതഞ്ഞൊഴുകുന്ന കാഴ്ച കണ്ട് എത്ര നേരം ഇവിടെ ഇരുന്നാലും മടുപ്പ് തോന്നില്ല. ഇങ്ങനെ കാണുമ്പോഴൊക്കെ ശാന്തമായിട്ട് ഒഴുകുകയാണെങ്കിലും പെട്ടെന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. വാഗമൺ സൈഡിലൊക്കെ മഴ പെയ്താൽ പോലും നിമിഷ നേരം കൊണ്ട് വെള്ളം പ്രളയമായിട്ട് ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. മീനച്ചിലാറിൻ്റെ കൈവഴിയായിട്ടുള്ള വഴിക്കടവ് ആറിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ ഒരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയോടൊപ്പം വന്യതയുടെ സൗന്ദര്യം ഇവിടെ ആസ്വദിക്കാനാകും. കോട്ടയം ജില്ലയിലൊക്കെ ഉള്ളവർ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വാഗമണ്ണൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് നിങ്ങൾക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കയറി കണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകാനൊക്കെ പറ്റുന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. കാടിൻ്റെ മന്ത്രവാദിനി എന്നാണ് അവർ ഈ വെള്ളച്ചാട്ടത്തിനെ വിളിക്കുന്നത്. ആ പേര് എന്തുകൊണ്ട് വന്നു എന്നതിന് അവർക്ക് കൃത്യമായ ഉത്തരങ്ങളൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പേരിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ മാർമല അരുവിയുടെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.